എഴുത്തുകാരൻ രമേശ് മകേരും ഭാര്യ കൃഷ്ണാന്തിയും. ഹലോ രമേശ്. ഹലോ മാഡം. ഹായ് കൃഷ്ണാന്തി. കൃഷ്ണയുടെ പേരൊരു അധികം കേട്ടിട്ടില്ലാത്തൊരു കൃഷ്ണാന്തി. കൃഷ്ണാന്തി, അതെ. അതെന്താ അതങ്ങനെ ഒരു പേര്? അച്ഛനും അമ്മയും ഒരു വെറൈറ്റി പേര് നോക്കിയിട്ടതാ. അർത്ഥമുണ്ടോ അതിന്? അർത്ഥം അങ്ങനെ ഇല്ല. ഇല്ല. ഞാനത് കേട്ടപ്പോ വിചാരിച്ചു അതെന്താ പേര് കൃഷ്ണാന്തി. എന്ത് വിളിക്കാൻ? കൃഷ്ണ എന്ന് വിളിക്കും. കൃഷ്ണാന്തി എന്നൊക്കെ വിളിക്കുമ്പോ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന പോലത്തെ തോന്നും. എവിടെയാ നിങ്ങൾ താമസിക്കുന്നത്? ഞങ്ങള് ചെങ്ങന്നൂര്, ആലപ്പുഴ ജില്ലയില്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇൻഡസ്ട്രിയിലാണ് എന്ന് പരിചയപ്പെടാൻ അവസരം കിട്ടിയിട്ടില്ല. ബയോഡാറ്റ ഞാൻ കണ്ടെങ്കിലും എനിക്ക് ഇത് ഏത് മേഖലയിലാണ്? ഞാൻ ഡയറക്ഷൻ മേഖലയിലാണ്. എന്താ ചെയ്തിരുന്നത്? ആദ്യം സത്യം ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 5 വർഷം ആയതേ ഉള്ളൂ. അതിനു മുമ്പ് അഭിനയം തന്നെയായിരുന്നു. അഭിനയത്തിൽ കൂടെ ഡയറക്ഷനിലേക്ക് വന്നു. കുറച്ച് സീരിയലുകളാണ് ആദ്യം ചെയ്തത്. ഡിറ്റക്റ്റീവ് ആനന്ദ്, അങ്ങാടിപ്പാട്ട്. അതാണോ അങ്ങനെ തൊപ്പി വെച്ചിരിക്കുന്നത്? ഡിറ്റക്റ്റീവ് തൊപ്പി ഒരു പുതിയ ട്രേഡ് മാർക്കായിട്ട് എടുത്തേക്കുക. എന്റെ മുമ്പിൽ ഒരു തൊപ്പി വെച്ച ഗസ്റ്റിനെ ഞാൻ ആദ്യമായിട്ടാണ്. വീട്ടില് തൊപ്പി വെച്ചാണോ? പുറത്തെ പരിപാടികളൊക്കെ ഞാൻ തൊപ്പി വെച്ചില്ലെങ്കിൽ ആൾക്കാർ എന്നെ തിരിച്ചറിയില്ല എന്നുള്ളത്. കാരണം എന്നോട് തന്നെ ചോദിക്കും രമേശിനെ കണ്ടോ തൊപ്പി ഊരിയിട്ട് പോയാൽ. ആണോ? അത് കൊള്ളാം. തൊപ്പി മറന്നാലും ചോദിക്കും തൊപ്പി എന്ത് ചെയ്യും. ശരി ശരി, നമുക്ക് തൊപ്പി വിഷയം വിടാം. പിന്നെ ഇപ്പൊ എന്നിട്ട് അറ്റ് പ്രസന്റ് എന്ത് ചെയ്യുന്നു? ഇപ്പോ ഒരു ഫിലിമിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നു. അത് നവംബറിൽ ഷൂട്ട് തുടങ്ങും. അത് കാവ്യ മാധവനാണ് ഡേറ്റ് തന്നിരിക്കുന്നത്. അത് സുധീർ അമ്പലപ്പാടാണ് ഫിലിമിന്റെ ഡയറക്ടർ. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഡയറക്ഷനിൽ സൈഡിൽ നിൽക്കുന്നുണ്ട് ഞാൻ. ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് അതാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. എന്താ ജോലി ചെയ്യാത്ത? LIC കൊണ്ട് നാക്കിയതാണ്. കുറെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങളൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് എന്നിട്ട് അതുമായി മുമ്പോട്ട് പോകാൻ എന്തോ ഒരു താല്പര്യം കാണിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ പരിചയപ്പെടുന്നത്? ഞങ്ങൾ പരിചയപ്പെടുന്നത് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ഒരു ടെലിഫിലിം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതില് എൻ്റെ സൈഡായിട്ട് ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ അയൽക്കാരിയായിരുന്നു, അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് അവസരം ചോദിച്ചു വന്ന് അങ്ങനെ ആ പരിസരത്ത് തന്നെയായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരുടെ വീട്ടിലെ കോണ്ടാക്ട് നമ്പറാണ് അന്ന് തന്നിരുന്നത്. അപ്പം ഞാനത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അഭിനയിക്കുന്നും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ കുട്ടിയെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കേണ്ടി വന്നപ്പം ആ കുട്ടിയുടെ വീട്ടിൽ ഫോണില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ നമ്പർ തന്നു. അങ്ങനെ ഇതിൽ 1-2 തവണ വിളിച്ചപ്പം പുള്ളിക്കാരിയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഉടനെ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക്, ആളിനെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അതുമായിട്ട് ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു. കുറച്ച് നാളുകൾ പിന്നീട് യാതൊരു ബന്ധമില്ല. വിളിക്കേണ്ട സാഹചര്യങ്ങളൊന്നും വന്നിരുന്നില്ല. പിന്നീട് ഒരിക്കൽ ഇവള് കമ്പ്യൂട്ടർ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓണാഘോഷം നടന്ന സമയത്ത് അവരുടെ ഓണാഘോഷത്തിന്റെ ഇനാഗുറേഷൻ എന്നെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ഇനാഗുറേഷന് പോയി. അവരെല്ലാം കൂടെ 1 മണിക്കൂറിനകത്ത് അവിടെ ഉണ്ടായിരുന്നു, ഓണസദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇവള് അന്നെന്തോ ഒരു 4 വരി പാട്ട് പാടിയപ്പോ എനിക്ക് ആ വോയിസ് പെട്ടെന്ന് ഫീൽ ചെയ്തു. എവിടെയോ കേട്ട ശബ്ദം പരിചയപ്പെട്ടു. അപ്പം ഫോൺ നമ്പർ വാങ്ങിയപ്പോൾ കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ വന്ന അതേ ഫോൺ നമ്പറാണ് എനിക്ക് ഇപ്പൊ കിട്ടിയത്, ആ സമയത്ത് കിട്ടിയത്. അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, കൃഷ്ണ എന്നാണോ പേര്? അവൻ പറഞ്ഞാതെ. അപ്പൊ ഇവള് പറഞ്ഞു എന്നെ മനസ്സിലായായിരുന്നു, അന്ന് പരിചയപ്പെടാനുള്ള സങ്കോചം കണ്ട പരിചയപ്പെടാനെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു നല്ല രസമല്ലേ? നമുക്കൊരു ചിലപ്പോ നമ്മൾ പറയില്ലേ വിധി എന്നൊക്കെ പറയുന്നത്. അല്ലെ, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത് വരുന്നത് നമുക്ക് അറിയില്ല. അതെ, കറക്റ്റ് ആണ്. അതൊരു വലിയ അതിശയമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ നമ്പറിൽ വിളിക്കുന്നു, ഈ ആളോട് നേരത്തെ സംസാരിക്കുന്നു, പിന്നെ ആ ആളെ എവിടെ വെച്ച് കാണുന്നു, ആ ആള് തന്നെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു. അപ്പോഴാണ് നമുക്ക് എവിടെയോ ചില വിശ്വാസങ്ങൾ ശരിയാണ് എന്ന് തോന്നിപ്പോകുന്നത് അല്ലെ. പലപ്പോഴും നമ്മള് ചിലപ്പോ വിശ്വാസങ്ങളെ പഴിച്ചും പോവും.
വിധി വിധി അങ്ങനെ എടുക്കാം. എന്റെ വിധി. എന്നാലും അങ്ങനെ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? ഇഷ്ടം തോന്നാൻ പിന്നീട് അങ്ങനെ ആ ഒരു ഇൻസിഡന്റ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. അങ്ങനെയായി. പിന്നീട് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരിയായിട്ട് പിന്നെ യാതൊരു ബന്ധവും. ശബ്ദത്തിന്റെ അല്ല, എന്തോ ഒരു ഫീല് പെട്ടെന്ന് അങ്ങനെ തോന്നി. അങ്ങനെ വിളിക്കും. പക്ഷെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, നല്ല ശബ്ദമാണെങ്കിൽ ഞാൻ ഡബ്ബിങ്ങിന് വിളിക്കാം. ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ പറയും, രണ്ടുപേരും പാട്ട് പാടാനൊക്കെ പറയും. പക്ഷെ അന്നേരമൊന്നും പാടില്ല, ഫോൺ അങ്ങ് വെക്കും. പക്ഷെ പിന്നീട് എപ്പോഴോ ആ ഒരു സുഹൃത്ത് ബന്ധമായിട്ട് തന്നെയാണ്. ഒരിക്കലും അതിനകത്തൊരു ഒരു പ്രേമം എന്നുള്ള ഒരു ഫീലിലേക്ക് ഒരിക്കലും പോയിട്ടില്ലായിരുന്നു. രണ്ട് സുഹൃത്തുക്കൾ. എല്ലാ പ്രണയങ്ങളും അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇതെല്ലാരും അടിക്കുന്ന ഡയലോഗായിട്ടോ. പക്ഷെ എങ്ങനെയൊക്കെയോ പിന്നെ കൂടുതൽ അങ്ങ് അടുക്കുകയായിരുന്നു ചെയ്തത്. എനിക്ക് അത് വിവാഹം കഴിക്കണം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് ആ സൗഹൃദം മാറിയപ്പോ വീട്ടിലത് പ്രപ്പോസലായിട്ട് വെച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. എത്ര പേരുണ്ട് വീട്ടില് കൂടപ്പിറപ്പുകൾ? എനിക്ക് ഒരു ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹം ഇപ്പൊ കോഴിക്കോടാണ്, ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നു. കൃഷ്ണന്റെ വീട്ടില് ഒരു ജ്യേഷ്ഠനുണ്ട്, ദുബായിലാണ്. അങ്ങനെ പ്രപ്പോസൽ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോ വീട്ടില് ഭയങ്കര എതിർപ്പ്. ഒന്നും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അന്ന് ഈ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു പ്രസിദ്ധീകരണം നടത്തുന്നുണ്ട്, ഒരു മാഗസിൻ. അത് അതിൻ്റെ പത്രാധിപരായിട്ടും പിന്നെ പോസ്റ്റിങ്, കാര്യങ്ങൾ, പ്രിന്റിങ്, ഫുൾ ഉത്തരവാദിത്തങ്ങൾ ഞാൻ തന്നെ ഏറ്റെടുത്ത് ഒരു പ്രസിദ്ധീകരണം നടത്തി. പിന്നെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് വീട്ടിൽ ഇഷ്യൂ ആയി അല്ലേ? അതെ. ആരുടെ വീട്ടിലെ ഇഷ്യൂ ആയത്? രണ്ടുപേരുടെയും വീട്ടിലെ ഇഷ്യൂ ആയി. ഇദ്ദേഹത്തിന്റെ വീട്ടിലും ഞാൻ നേരിട്ട് ചെന്ന് എന്റെ ഇഷ്ടം പറഞ്ഞു. കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്, ഇന്റർ കാസ്റ്റ് ആണ്. അതായിരുന്നോ രമേശിന്റെ വീട്ടിലെ ഇഷ്യൂ? രണ്ട് വീട്ടിലെ ഇഷ്യൂ അതാണ്. കാസ്റ്റ് ആണ്. പെൺകുട്ടിയുടെ വീട്ടിൽ സ്വാഭാവികമായിട്ടും ഒരു സെക്യൂർഡ് ജോബ് ഇല്ലാത്തതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും കാസ്റ്റിനെക്കാളും, അല്ലേ? ഒന്നും സെറ്റിൽ ചെയ്തിട്ടില്ലല്ലോ ആ സമയത്ത്. അപ്പൊ അതും ഒരു കാരണമായിരിക്കാം അല്ലേ? രണ്ട് കാരണത്തിൽ ഒരു കാരണം അതായിരിക്കും. എന്നിട്ട് അവരുടെ വീട്ടിലും ഞാൻ ചെന്ന് പ്രപ്പോസൽ വെച്ചു. അപ്പൊ പറഞ്ഞ രമേശ് തന്നെ നേരിട്ട് ചെന്ന് പറഞ്ഞു. അച്ഛനെയും അമ്മയും സഹോദരനെയും ഞാൻ ചെന്ന് കണ്ടു പറഞ്ഞു, കുട്ടിയോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് ഇവളോട് ഇഷ്ടം തോന്നിയ അതേ സമയത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് 1-2 പ്രപ്പോസലുകൾ എനിക്ക് വന്നിരുന്നു. അറിയപ്പെടുന്ന ആൾക്കാരാണ്, ആ പേര് ഇവിടെ പരാമർശിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രപ്പോസലുകൾ വന്നിരുന്നു. പക്ഷെ അപ്പോഴും എന്തോ എൻ്റെ ഒരു മനസ്സ് അവൾക്ക് കൊടുത്തു എന്ന് ഉള്ള എൻ്റെ ഉൾവിളിയാണ് ശരിക്കും അവളിലേക്ക് തന്നെ എത്തപ്പെടാൻ കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ അവർ വീട്ടിൽ ചെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആദ്യമൊക്കെ എതിർപ്പ് പറഞ്ഞ് ആലോചിക്കട്ടെ, 6 മാസം കഴിയട്ടെ, 1 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് അന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയമായിരുന്നു. പക്ഷെ എന്നോട് ആ ഒരു താല്പര്യം അവർ പറഞ്ഞുവെങ്കിലും പിന്നീട് ഇവക്ക് വേണ്ടിയിട്ട് ആ വീട്ടുകാർ മറ്റു വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അപ്പൊ എന്നോട് ഇതെല്ലാം പറയും. അച്ഛനും അമ്മയും വാക്ക് ചിലപ്പോൾ മാറിയേക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഒരിക്കൽ തമാശ രൂപേണ സംസാരിച്ചു വന്നപ്പോൾ ശരി നമുക്ക് വീട്ടിൽ നിന്ന് മാറാം, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം എന്ന്. ഒരിക്കലും ഒരു സീരിയസ് ആയ ഒരു ഡിസ്കഷൻ ആയിരുന്നില്ല കേട്ടോ. ആ ഒരു പ്രായത്തിൽ ഏത് വ്യക്തിക്കും തോന്നാവുന്ന ആ ചാബല്യങ്ങളോടെയുള്ള സംസാരമായിരുന്നു രണ്ടുപേർക്കും. അതിപ്പം ഞാൻ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നത്. അന്ന് ആ പറഞ്ഞ വാക്കുകൾക്കൊന്നും ഗൗരവമില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് ഇന്ന് ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. പകുതി വഴിക്ക് എത്തി നിന്നിട്ട് എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് എങ്ങോട്ടേലും പോവാം, താമസിക്കാം. വീട്ടിലെ എതിർപ്പുകൾ കൂടി വന്നപ്പോൾ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വെളിയിലിറങ്ങി. അപ്പം അച്ഛൻ ചോദിച്ചു അമ്മ എവിടെ പോവാ? ഞാൻ പറഞ്ഞു പാലക്കാട് ഷൂട്ടിംഗ് ഉണ്ട്, അങ്ങോട്ടേ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇവളെയും കൊണ്ട് പാലക്കാട്ടേ എന്നുള്ളൊരു ദേശം മനസ്സിൽ വന്നൊരു സ്ഥലം, അങ്ങോട്ടങ്ങ് പോകാം എന്നുദ്ദേശിച്ച് അങ്ങനെ പോകാമെന്ന് ചോദിച്ചപ്പോൾ അച്ഛന് എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു, എന്നെ വിടില്ല. അപ്പൊ അച്ഛൻ എന്തോ മനസ്സിലായി. കാരണം ഞാൻ ഈ പെട്ടിയൊക്കെ പാത്ത് വെച്ചത് ഞങ്ങളുടെ ബാത്റൂമിന്റെ ബാക്ക് വശത്താണ്. അച്ഛനെ കാണാതെ ഒക്കെ എടുത്ത് പോകാന്നുള്ള രീതിയിൽ. പിന്നീട് ഞാൻ അച്ഛനോടും അമ്മയോടും വിഷയം പറഞ്ഞു. അപ്പൊ നിന്നെ വിടില്ല, നിന്റെ ജീവിതം നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് അച്ഛനൊക്കെ ഒരുപാട് ഷൗട്ട് ചെയ്തു എന്നെ. പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു അവസ്ഥയിലാണ്
അവൾ എന്നെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, പകുതി വഴിക്കാണ് എന്ന് പറഞ്ഞു. പിന്നെ സന്ധ്യയായി വരുന്നു, നിന്ന സ്ഥലത്ത് ഇരുട്ടായി തുടങ്ങി. അപ്പം അടുത്തൊരു വീട്ടിലേക്ക് അവൾ കയറിയിരുന്നിട്ട് ആ വീട്ടുകാരെ കൊണ്ടൊക്കെ എന്നെ വിളിപ്പിച്ചു, വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിപ്പിച്ചു. അപ്പോഴൊക്കെ ഞാൻ കരഞ്ഞ അച്ഛനോടും അമ്മയോടും ഇത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ അങ്ങനെയാണെന്ന് പറഞ്ഞ്. അവർ മനസ്സില്ലാ മനസ്സോടെ എൻ്റെ ജീവിതം തിരികെ കിട്ടാനായിട്ട് അന്ന് എൻ്റെ അച്ഛനും അമ്മയും കാണിച്ച മനസ്സാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുണ്ടായ പ്രധാന കാരണം. ഇല്ലെങ്കിൽ എല്ലാം ശിഥിലമായി പോയി. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോയി ഞാൻ ആളിനെ കൂട്ടിക്കൊണ്ടുവന്നു, വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പം ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ കാണാതായി. വീട്ടുകാരറിയുന്നില്ല. അമ്മ വീട്ടിലില്ലായിരുന്ന സമയത്താണ് ഇവള് പുറത്തിറങ്ങിയത്. അപ്പം ഇവിടെ അണ്ണ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എങ്ങനെയോ എവിടുന്നോ എസ്കേപ്പായി ഇറങ്ങി വന്നു. പിന്നെ രാത്രിയിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഇടയ്ക്ക് തന്നെ ആയിരിക്കാം എന്നൊരു ഊഹം അവർക്ക് വന്ന് രാത്രിയിൽ അവർ അന്വേഷിച്ച് വീട്ടിൽ വരികയും ചെറിയ ക്ലാഷൊക്കെ ഉണ്ടായി കൃഷ്ണയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ എനിക്ക് വളരെ സപ്പോർട്ടായിട്ട് തന്നെ ഇവിടെ വന്നു. രമേശ് പേടിക്കേണ്ട, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ 2 വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഒരു സപ്പോർട്ട് അവർ തന്നിരുന്നു. അടുത്ത ദിവസം വിവാഹം കഴിക്കാം എന്നുള്ളൊരു തീരുമാനം രാത്രിയിലെ ഡിസ്കഷനിൽ കൂടെ തന്നെ വന്നു. കാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ രേഖപ്രകാരം എൻ്റെ കൂടെ താമസിക്കുന്നില്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആവുമല്ലോ, കേസും കാര്യങ്ങളൊക്കെ ആവും എന്നുള്ളത് കൊണ്ട് ഭയന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ കുറച്ച് കല്യാണ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കരുതി എൻ്റെ സുഹൃത്തുക്കളോട് ചേർന്നിട്ട് ഞങ്ങളൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അച്ഛനും അമ്മയുണ്ട്, എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോൾ അന്ന് രാത്രി ഒരുമിച്ച് താമസിച്ചു. അടുത്ത ദിവസം കല്യാണത്തെക്കുറിച്ച് തീരുമാനിച്ചെന്ന ക്ഷേത്രത്തിലേക്ക് പോകാം. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ എല്ലാം താലി മാല വിവാഹവേഷത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാം. ചെന്നപ്പോൾ ആ ക്ഷേത്രത്തിലെ അധികാരപ്പെട്ടവർ പറഞ്ഞു ഇവിടെ വെച്ച വിവാഹം നടത്താൻ പറ്റില്ല എന്ന്. അതെന്താ? അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുഹൂർത്ത സമയമൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ അതിക്രമിച്ച് പൊയ്ക്കൊണ്ടേയിരുന്നു. ഉച്ചയാവുന്നു. ഇതൊക്കെ ആയപ്പോഴത്തേക്കൊക്കെ എല്ലാം ടെൻഷനായി. അപ്പോൾ ക്ഷേത്രത്തിൽ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാം കയറി സംസാരിച്ചു. ഇത് നടത്തില്ല, പറ്റില്ല, ക്ഷേത്രത്തിനകത്ത് വെച്ച് താലി കെട്ടാനോ കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് അവർക്കത് അങ്ങനെ അവർക്ക് പറയാൻ തോന്നിപ്പിച്ചതായിരിക്കാം, ഈശ്വരൻ പറയിപ്പിച്ചതായിരിക്കാം. ഞാൻ നിമിത്തം കാണുന്നുണ്ട്. അങ്ങനായി ഞങ്ങൾ ആ വേഷത്തോടു കൂടി വിവാഹം കഴിക്കാതെ പെണ്ണും ചെറുക്കൻ്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോരുക. തിരികെ പോന്നു. അപ്പൊ അടുത്ത ദിവസം ഏത് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു. അടുത്ത ദിവസം വിഷുവാണ്. ഇന്ന് കല്യാണത്തിന് പോയി നടന്നില്ല. നാളെ പുലരുന്നത് വിഷുദിനമാണ്. അങ്ങനെ നെടിയാണിക്കൽ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞ താമരക്കുളത്ത് ഉള്ള സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പം തലേന്ന് കല്യാണം കഴിഞ്ഞ ഒരു പന്തല് അഴിക്കാതെ ആ ക്ഷേത്രത്തിലുണ്ട്. വിഷുദിനം അമ്പലത്തിൽ സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ താല്പര്യം. അങ്ങനെ ആ വിഷുദിനത്തിൽ മുടങ്ങിപ്പോയ ഞങ്ങളുടെ താലികെട്ട് അന്ന് നടന്നു. ആരോ ഇട്ടൊരു പന്തൽ, ആ പന്തലിൽ വെച്ച് തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഞാൻ എന്നിട്ട് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഉച്ചയൂണ് എൻ്റെ ജ്യേഷ്ഠതുല്യനും എൻ്റെ സുഹൃത്തും അറിയപ്പെടുന്ന കവി എഴുത്തുകാരനൊക്കെയാണ് രാജൻ കൈലാസ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു ഞങ്ങളുടെ ഉച്ചയൂണ്, സദ്യ അവിടെയായിരുന്നു. അത് ഇന്ന് വരെ മുടക്കിയിട്ടില്ല. എല്ലാ വിഷു ദിനവും മുടങ്ങാതെ ആ വീട്ടിലായിരിക്കും ഞങ്ങളുടെ ഭക്ഷണം, ഈ കഴിഞ്ഞ വിഷു ഉൾപ്പെടെ. ഈ വീട്ടില് കൃഷ്ണ വന്നതിന് ശേഷം കൃഷ്ണയുടെ വീട്ടിൽ നിന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതോടെ അവര് പോയ പിന്നീട് അവര് പ്രശ്നങ്ങൾ കൂട്ടിക്കൊണ്ടേയിരുന്നു. പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തു, കാര്യങ്ങളൊക്കെ ആയി. അപ്പം അവിടെ സ്ഥലത്തെ MLA-മാരൊക്കെ ഉള്ള ഒരു സൗഹൃദമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ അവരൊന്നും പേടിക്കണ്ട. ഫിനാൻഷ്യലി ആവറേജ് എന്ന് പറയാം. അവർക്ക് മുകളിലല്ല, ഞങ്ങളും അത്തരത്തിലെ ആ ഒരു സിറ്റുവേഷനാണ്. രണ്ടുപേരും ഈക്വൽ ആയിരുന്നു. ഇവര് പിന്നെ ശരിയാണ്, വേറെ പ്രപ്പോസലൊക്കെ വീട്ടിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാലും അങ്ങനെ ഒരു ഇപ്പൊ ഇറങ്ങണം എന്നുള്ളൊരു സിറ്റുവേഷൻ എന്താണ് അവിടെ ഉണ്ടാവാൻ കാരണം? പിന്നീട് ഞങ്ങളുടെ വിവാഹം നടക്കാൻ സാധ്യതയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. ഒരിക്കലും നടത്താൻ എന്റെ വീട്ടുകാർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു.
കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും. കാരണം അത്രയ്ക്ക് അകലാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവർക്കറിയാം ഒരു കാരണവശാലും മറ്റൊരു വിവാഹത്തിന് അവൾ സമ്മതിക്കത്തില്ല എന്ന്. അപ്പൊ അങ്ങനെ വരുന്ന കൂട്ടത്തിലാണ് ഞാൻ അറിയാതെ തന്നെ ആലോചനകൾ വരികയും വീട്ടിൽ പെണ്ണ് കാണാൻ വരുമ്പോൾ നമുക്കറിയാമല്ലോ എന്ത് കള്ളം പറഞ്ഞാലും. അപ്പൊ അങ്ങനായി ഒരെണ്ണം മുറുകിയപ്പോഴാണ് ഞാനിത് പറയുന്നത്. ഇതിന് കൃഷ്ണയെ ഹെൽപ്പ് ചെയ്യാൻ സഹോദരനൊന്നും ഇല്ല. സഹോദരനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ, ഒന്നും പറയാനൊക്കത്തില്ല. ഭയങ്കര ഇതായിരുന്നു. എന്ത് ധൈര്യത്തിലാ ഇത് ഇറങ്ങിപ്പോരുന്നത്? എങ്ങനെ ഇതുപോലൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടും പറഞ്ഞ എന്താ ചെയ്യുന്നേ, നമ്മൾ കണ്ടുമുട്ടിയത് ആരുടെയും സഹായം കൊണ്ടല്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞു. പിന്നീട് ഇവർ ഈ അകൽച്ച ആഗ്രഹിക്കുന്നവരൊക്കെ വീണ്ടും നമ്മളെ ഒന്നിപ്പിച്ചോളും, അല്ലെ പിന്നീട് നമ്മുടെ ജീവിതത്തിന് അവർ സഹായിച്ചോളും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നീ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് ഇറങ്ങി. ഞാൻ വേറൊരു ഹസ്ബൻഡ് വൈഫും സംസാരിച്ചപ്പോഴും ഇതുപോലെ തന്നെ ഇറങ്ങിയ ഒരു കുട്ടിയുടെ കാര്യം. അപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് തന്നെയാ, എന്തോ ചില ആരോ ഇപ്പൊ കൃഷ്ണയുടെ അച്ഛനും അമ്മയും ചെയ്ത സുഹൃതമായിരിക്കാം, അങ്ങനെ ഒരു പയ്യനായതുകൊണ്ട് അത് ശുഭമായി അവസാനിച്ചു. അങ്ങനെ അല്ലാതെ ഒരുപാട് പെൺകുട്ടികള് പെട്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? ഈ വ്യക്തി പോയി ഇറക്കിക്കൊണ്ടുപോയി കുട്ടിയെ കൊണ്ട് ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയാൽ എന്ത് ചെയ്യും? അല്ലേ? ഇവരുടെ വീട്ടിൽ നിന്നും ആരോപിക്കുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. അന്ന് മുതലേ ഞാൻ പറയുമ്പോഴും അങ്ങനെ ആയിരുന്നു പറയുന്നത്. കൂടുതലും ഈ ഫിലിം ഫീൽഡിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല എന്ന്, വേറെ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ അതിനെ സമ്മതിക്കാമെന്ന് പറയുമായിരുന്നു എൻ്റെ വീട്ടുകാര്. ഇത് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ എത്ര തോന്നുന്നില്ല, ഒരു വല്ലാത്ത ഭയം തോന്നുന്നില്ല? ഒരു പെൺകുട്ടിയല്ലേ ഇപ്പൊ ഉണ്ട് അല്ലേ? അന്ന് അവര് എത്രമാത്രം മാനസിക പീഡനം അനുഭവിച്ചിരിക്കാം എന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും. ശരിക്കും ശുഭാപ്തി വിശ്വാസമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ അങ്ങനെ ഒരു നല്ല വിജയം ഉണ്ടാവട്ടെ. യോഗ ഉണ്ടെങ്കിൽ എനിക്കും രമേശൊക്കെ ചെയ്യുന്ന പടമൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു 2 വരി കവിത ചൊല്ലാമോ? ഈ മഴ നനയവേ കുളിരവേ പൂങ്കിളി, നീ എന്നരികത്തു ചേർന്നിരിക്കൂ, നിൻ ചുണ്ടിൽ പറ്റിയ നീർത്തുള്ളി ഞാൻ എൻ്റെ ചുംബനം കൊണ്ടു കവർന്നെടുക്കാം, നിൻ ചുണ്ടിൽ പറ്റിയ നീർത്തുള്ളി ഞാൻ എൻ്റെ ചുംബനം കൊണ്ടു കവർന്നെടുക്കാം, പൂമരച്ചോട്ടിലെ 1000 പൂവിൻ്റെ തേൻതുള്ളി നിന്നിലേക്കിറ്റിറ്റു ഞാനേകാം, ആരു നീ പെൺകിളി ദൂരെയിരിക്കുവാൻ, ദൂരെയിരുന്നു നീ ഉറ്റുനോക്കാൻ. അപ്പൊ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആ ആശംസകളൊക്കെയും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ സ്വപ്നം കാണുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതെ, എന്തെങ്കിലും വലിയൊരാളാവും എനിക്ക് പറയാലോ, പണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും മാഡത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ആ ഒരു അഭിമാനം എനിക്കും തോന്നുന്നുണ്ട്. അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും. ഓക്കെ.